വളരെ തിരക്കുള്ള ഒരു ജോലിയിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. ജില്ലാ കളക്ടർ എന്നുള്ളത് വളരെയധികം ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു ജോലിയാണ്. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെയാണ് നിറവേറ്റുന്നത്? അതിനുള്ള ഒരു സ്ട്രെങ്ത് അത് എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. തുടങ്ങുന്നതിന് മുന്നേ, നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ജോബിന്റെ IAS അക്കാഡമിയോട് ഞാൻ നന്ദി പറഞ്ഞോട്ടെ. ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിൽ, നിങ്ങളെല്ലാം ജോയിൻ ചെയ്തെന്ന് കാണുന്നതിൽ സന്തോഷം. എൻ്റെ ജില്ലയുടെ പേര് ബൊങ്കൈഗാവ് എന്നാണ്. അത് ഇംഗ്ലീഷിൽ പല പേരുകളും, മലയാളത്തിലെ പല പേരുകൾ പോലും ഇംഗ്ലീഷിൽ ശരിക്കും എഴുതാൻ പറ്റത്തില്ലല്ലോ. കോഴിക്കോട് എന്നുള്ളത് കോസിക്കോട് എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ ബൊങ്കൈഗാവ് എന്നുള്ളത് ഗാവ് എന്നാണ്. ഇപ്പൊ ഗുഡ്ഗാവ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. അപ്പൊ ഗാവ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ആണ് GAON എന്ന്. ബൊങ്കൈഗാവ് എന്നാണ് ജില്ലയുടെ പേര്. ഒക്കെ ജോബിൻ ചോദിച്ചത് എങ്ങനെ ഇതെല്ലാം ചെയ്യുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും കാണുമ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നൂതനമായിട്ടുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു MBBS പഠിച്ചത്. എൻ്റെ ബാച്ചിലെ വേറെ രണ്ട് പേരിപ്പോ എൻ്റെ കളീഗ് ഓഫീസേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങള് MBBS പഠിക്കാൻ കയറുമ്പോൾ നമ്മൾ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഒരു കരിയർ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ധാരണയിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ മാറ്റിവെച്ച് മറ്റെന്ത് കരിയർ ഓപ്ഷനും എടുക്കുമ്പോൾ, IAS ഉൾപ്പെടെയുള്ള മറ്റെന്ത് കരിയർ ഓപ്ഷനിലേക്കും കടന്നു പോകാമെന്ന് ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്തേക്കൊരു സ്കെയില് വലുതാക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ സ്കെയിൽ കുറച്ചും കൂടെ വലുതാക്കണം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ദിവസം 100 പേഷ്യൻസിനെ മാക്സിമം നോക്കാൻ പറ്റുമെങ്കിൽ ഒരു IAS ഓഫീസറിന് ഒരു തീരുമാനം എടുത്ത് ഒരു ഫയലിൽ ഒരു സിഗ്നേച്ചർ ചെയ്യുന്നത് വഴി, എൻ്റെ ജില്ലയിൽ ഇപ്പൊ 10 ലക്ഷം ആളുകളുണ്ട്. 10 ലക്ഷം ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന, അവരുടെ ജീവിതങ്ങളെ അഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയും. അപ്പൊ അതാണ് നമ്മളുടെ ഈ കരിയർ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ മാറാനുള്ള റീസൺ. അപ്പോ അങ്ങനെ ഒരു അവസരം കൈവന്നു കഴിയുമ്പോൾ അതിൽ ചെയ്യാവുന്ന എന്തെല്ലാമാണോ അതെല്ലാം ചെയ്യണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ അതുകൊണ്ട് കഴിവതും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഏതെല്ലാം ഫീൽഡിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ ഐഡിയ നമ്മൾ ഒരു ജില്ലയിൽ ജോയിൻ ചെയ്ത് ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് കിട്ടും. പിന്നെ ഓഫ്കോഴ്സ് ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ അറിവിനും നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് അറിവുള്ള ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷനൊക്കെ വെച്ചും പുസ്തകങ്ങൾ വായിക്കുന്നതും സിനിമകൾ കാണുന്നതും വെച്ചും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവും. പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളത് ജില്ലയുടെ ഡിസ്ട്രിക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് അതിനെ ഒരു പ്രോജക്റ്റായിട്ട് മാറ്റി ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ആ കമ്മ്യൂണിറ്റിയെ ഇൻവോൾവ് ചെയ്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിലേ സക്സസ്ഫുൾ ആവുള്ളൂ. നമുക്ക് ടോപ്പ് ടു ബോട്ടം അപ്രോച്ചിൽ ഒരു പ്രോജക്റ്റും ഒരു നാട്ടിലും സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഐഡിയാസും ജ്ഞാനമുള്ള ആളുകളുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് കിട്ടുന്ന ഇൻഫർമേഷനും റിസർച്ച് ചെയ്തിട്ട് കിട്ടുന്ന കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ട് ആ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം ആ ആളുകളുമായിട്ട് ഒന്നിച്ചാണല്ലോ ചെയ്യുന്നത്.